സായി എന്താ എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ബെസ്റ്റ് ഓഫ് ലക്ക്. ഒരിക്കൽ നിങ്ങൾക്കൊരു വാണിംഗ് തന്നതാണ്. പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു കാരണവശാലും ഇവിടെ ഒന്നും സംസാരിക്കരുതെന്ന്. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. ഹലോ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് അത്രക്ക് നല്ല സ്വഭാവമല്ല. മുന്നറിയിപ്പ് അവഗണിച്ച് അത് നിങ്ങൾ വീണ്ടും ചെയ്തു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. മല മറിക്കുന്നൊക്കെ പറഞ്ഞു പോയിട്ട് മതിയായോ? എനിക്ക് മതിയായില്ല, അവർക്ക് എന്നെ മതി. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. ഈ മാനഹാനും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാൻ. പുറത്തുള്ള കാര്യങ്ങൾ സംസാരത്തിലൂടെയോ കോഡുകളിലൂടെയോ ആരുമായും പങ്കുവെക്കാൻ പാടില്ല എന്നത് ഈ ബിഗ് ബോസ് വീട്ടിലെ നിയമമാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. ഇതിപ്പോ കിണ്ണം പടയം വെച്ചതുപോലെ ആയല്ലോടാ. ആകപ്പാടെ കടവും കടപ്പടി, കൂട്ടത്തിലൊരു ഉരുപ്പടി. ഇല്ലെങ്കിൽ കർശന നടപടികളിലേക്ക് ഞങ്ങൾക്ക് നീങ്ങേണ്ടി വരും. നമ്മളെ മയ്യത്തെടുക്കാൻ നേരായോ നിങ്ങൾ കബഡി വരുത്തി വെച്ചൊന്ന് നോക്കി. താനൂർക്ക് ചക്ക തിന്നാൻ പോയതാ. ചക്കയ്ക്കൊന്നും ഇപ്പോ പഴയ മധുരല്ല. ഇത് അവസാന താക്കീതാണ്. പോക്കർത്തനം കാണിച്ച അമ്മച്ചു കാണാൻ ഇടിച്ചിന്റെ കൂമ്പ് കളിക്കളെ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.